മലയാളം ബിഗ് ബോസ് സീസൺ 6 നാലാം ആഴ്ച പിന്നിടുമ്പോൾ 14 പേരാണ് വീട്ടിൽ അവശേഷിക്കുന്നത്. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ആദ്യം വീട്ടിലേക്ക് പ്രവേശിച്ച 19 മത്സരാർത്ഥികളിൽ നിന്നും 5 പേർ പുറത്തായി. എന്നാൽ ഇതിൽ സിജോയുടെ കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല. സർജറിക്ക് ശേഷം വിശ്രമത്തിന് പോയ സിജോ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട്. പെട്ടെന്ന് ഇത്രയും പേർ പുറത്തു പോയത് ടീമിൻ്റെ മൊത്തം അവസ്ഥയും ഗെയിമിനെയും ബാധിച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു. ഇതുവരെയും ഒപ്പത്തിനൊപ്പമുള്ള മത്സരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളിൽ ആരെയും ഫേവറേറ്റുകളായി കണക്കാക്കിയിട്ടില്ലെന്നും പ്രേക്ഷകർ അഭിപ്രായമുണ്ട്. 5 സീസണുകളും അതിലെ മത്സരാർത്ഥികളുമായി പ്രകടനം കൃത്യമായി വിലയിരുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ 6ാം സീസണിലെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത് പോലും. 6ാം സീസണിലെ ഏറ്റവും ശക്തമായ മത്സരാർത്ഥികളിൽ പ്രേക്ഷകർ വിലയിരുത്തുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ഒട്ടും ഇമേജ് കോൺഫിഡൻസ് ഇല്ലാതെ ജാസ്മിൻ വീട്ടിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാസ്മിനും സുഹൃത്ത് ഗബ്രിയും ചേർന്ന് വലിയൊരു വാക്കുതർക്കം ജിൻഡോയുമായി നടത്തിയിരുന്നു. സ്വന്തം വസ്ത്രങ്ങൾ ജാസ്മിൻ ഹാളിൽ സോഫയിലിട്ട് പവർ ടീം അംഗമായി കൂടിയ ജിൻഡോ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഭൂരിഭാഗം മത്സരാർത്ഥികളും ഈ വിഷയത്തിൽ ജാസ്മിനൊപ്പം നിന്നു. ജാസ്മിൻ കുളിക്കാൻ പോയപ്പോഴാണ് പവർ ടീം മീറ്റിംഗ് വിളിച്ചതെന്നും പെട്ടെന്ന് വസ്ത്രങ്ങൾ സോഫയിലിട്ട് ജാസ്മിൻ വരികയായിരുന്നെന്നും പിന്തുണച്ചവർ പറയുന്നു. മീറ്റിംഗിൽ ജിൻഡോയ്ക്കെതിരെ ഗബ്രി ആരോപണങ്ങളുമായി ഉണ്ടായിരുന്നു. തനിക്കെതിരെ ജിൻഡോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാണിക്കുകയാണെന്ന് ഗബ്രി പറഞ്ഞിരുന്നു. അതേ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഹൗസിൽ ഏറ്റവും കൂടുതൽ വഴക്കുകൾ നടക്കുന്നത് ജാസ്മിൻ ഗബ്രി ടീമും ജിൻഡോയും തമ്മിലാണ്. മുമ്പ് നടന്ന കാര്യങ്ങളെ വീണ്ടും എടുത്തിട്ട് ജാസ്മിൻ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള വഴക്കിനെ വിലയിരുത്തി മത്സരാർത്ഥികളിൽ ഒരാളായി യമുന അൻസിബയോട് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാകുന്നത്. ജിൻഡോയ്ക്കെതിരെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നുപയോഗിച്ചതിനോട് യമുനയ്ക്ക് എതിർപ്പാണ്. അവളെ അയാൾ തൊട്ടിട്ട് പോലുമില്ല, നമ്മളാരും കണ്ടിട്ടുമില്ല. ആ വാക്ക് ഉപയോഗിച്ച് അയാളെ മാനസികമായി ഹരാസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചത് 23 വയസ്സായ ജാസ്മിൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കുറിച്ച് വളരെ കൃത്യമായി വിശദമായി അറിയാം. ഈ പെൺകുട്ടി ഗബ്രിയുമായി ഇവിടെ കാണിക്കുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയാണോ? എൻ്റെ ചോദ്യമാണിത്. ഇരുവരും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതിനുവേണ്ടി ഗബ്രി അവൾ ഉപയോഗിക്കുകയാണോ? പുറത്തിറങ്ങാൻ ഇവൾ 2 പേർക്കും ജീവിതമുള്ളതാണ്. ഈ കാര്യം എവിടെയെങ്കിലും എനിക്ക് സ്പേസ് കിട്ടിയാൽ പറയും എന്നാണ് ജാൻമണി, അൻസിബ, ഋഷി എന്നിവരുമായി സംസാരിക്കവേ യമുന പറഞ്ഞത്.